നമ്മൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയിട്ട് കഴിക്കാറുള്ള പനീർ ബട്ടർ മസാല നമ്മുടെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ മതിയാവും. എക്സ്ട്രാ നമുക്ക് വേണ്ടത് ബട്ടറും പനീറും മാത്രമാണ്. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യമേ തന്നെ ബട്ടർ എടുത്തൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിനുള്ളിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പനീർ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് നമുക്കത് ബ്ലോക്കായിട്ടാണ് കിട്ടുന്നതെങ്കിൽ നമുക്കത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതല്ല ഇതുപോലെ പീസായിട്ടാണ് കിട്ടുന്നതെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. ഈ പനീർ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനി നമുക്ക് എടുത്തു വെക്കാം. ഇനി നമുക്ക് ഈ സെയിം പാനിനകത്തിലേക്ക് തന്നെ ബാക്കി കാര്യങ്ങളും കൂടെ ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു സവോള കുത്തിപ്പൊടിച്ചതും അതുപോലെ തന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കാഷ്യൂനട്ടുമാണ്. അതിനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ അത് വഴറ്റാനായിട്ട് ഒരു ചെറിയ പീസ് ബട്ടറും കൂടി ഇതിനകത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ മെൽറ്റായി വരുമ്പോഴേക്ക് ഒന്നുകിൽ നമുക്കിതിനകത്തിലേക്ക് അല്പം ഏലക്കയും കറുവപ്പട്ടയും ഗ്രാമ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഗരം മസാല പൗഡർ ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. ഇനി ഇതിനകത്തിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് സവോള കുത്തിപ്പിടിച്ച്, ഞാനിവിടെ ഒരു ഇടത്തരം വലുപ്പത്തിലുള്ളൊരു സവോളയാണ് കുത്തിപ്പിടിച്ച് ചേർത്തിട്ടുള്ളത്. നീളത്തിൽ അരിഞ്ഞെടുത്താലും മതിയാവും, കാരണം നമുക്കിതെല്ലാം കൂടി ലാസ്റ്റിൽ അരച്ചിട്ടാണ് കറിക്കത്തിലേക്ക് ചേർക്കാനുള്ളത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് പെട്ടെന്ന് വഴണ്ട് വരാനായിട്ടാണ് ഞാനിത് കൊത്തിപ്പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഈ സവോള നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴേക്ക് അതിനുള്ളിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമുക്കിതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറി വരുമ്പോഴേക്ക് അതിനുള്ളിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയുടെ ഒപ്പം തന്നെ നമുക്ക് കാഷ്യൂനട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനായിട്ട് നമ്മൾ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി എരിവ് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ളിലേക്ക് പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രേവി ഒന്ന് കുറുകി കിട്ടാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഇരിക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ കാഷ്യൂനട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റിൽ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. അത് ആഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും. ഞാനിവിടെ എരിവിനായിട്ട് 2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്രയും എരിയുടെ ആവശ്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് നിങ്ങൾക്ക് ആഡ് ചെയ്യാതിരിക്കാം. അതിൽ എരി കുറച്ചും കൂടെ വേണം എന്നുള്ളവർക്ക് പച്ചമുളക് 2 കൂട്ടി കൊടുക്കുകയും ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമുക്കത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഈ കറിയുടെ ലാസ്റ്റ് പാർട്ടാണ്. അതിനായിട്ട് നമ്മൾ കുറച്ചും കൂടെ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് അതിനുള്ളിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഗരം മസാല പൗഡറും മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ ഗരം മസാല പൗഡറും 2 സ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ആ ബട്ടറിനകത്തൊന്ന് ചൂടായി വരുമ്പോഴേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിയുടെയും തക്കാളിയുടെയും എല്ലാം കൂടെ പേസ്റ്റ് നമുക്കിതിനുള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഗ്രേവി വേണ്ടുന്നതിനനുസരിച്ച് അതിനുള്ളിലേക്ക് നമുക്ക് കുറച്ചും കൂടെ വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഇതിനുള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് മല്ലിയിലയും കസൂരി മേത്തിയും ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കസൂരി മേത്തിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. നമ്മൾ കറിയിലൊക്കെ ചേർക്കുന്ന ഉലുവയുടെ ഇല ഉണക്കിയെടുക്കുന്നതാണ് കസൂരി മേത്തി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താലാണ് ഈ കറിക്ക് നന്നായിട്ട് ടേസ്റ്റ് വരുന്നതെങ്കിലും അതില്ല എങ്കിൽ നമ്മൾ മല്ലിയില ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇതൊന്ന് കുറുകി വരുമ്പോഴേക്ക് നമുക്ക് ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം ആഡ് ചെയ്തില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത് തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാവുന്നതാണ്.